ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് കന്നിമാസം 2024 സെപ്റ്റംബർ മാസം 17 മുതൽ ഒക്ടോബർ മാസം 16 വരെയുള്ള ഒരു മാസക്കാലത്ത് നവഗ്രഹങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ള സൂര്യൻ്റെ സഞ്ചാര ഫലം കൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചും ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഗുണഫലങ്ങൾ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ലഭ്യമാകാനും ദോഷഫലങ്ങൾ ഒന്നും തന്നെ അനുഭവം ആകാതെ ഇരിക്കാനും ഉള്ള പരിഹാര ക്രിയകളും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നു. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഈ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും ഉയർന്ന സ്ഥാനമാനങ്ങളുടെ ലബ്ധിയും പ്രമോഷനുകളും ഉണ്ടാകുകയും കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലും നിലവിലുള്ള കേസുകളിലും മറ്റും വിജയങ്ങളും രോഗികൾ ആയിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് നല്ല ആരോഗ്യവും ഫലം ആകുന്നു. ഗുണഫലങ്ങൾ ഒട്ടും തന്നെ നഷ്ടമാകാതെ ലഭ്യമാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാനും ഓം ഷൺമുഖായ നമഃ, ഓം വജദ്ഭുവേ നമഃ തുടങ്ങിയ മന്ത്രജപവും ഉത്തമങ്ങളാണ്. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഗുണം ചെയ്യുന്നതാണ്. അടുത്തതായി ഇടവക്കൂർ നക്ഷത്രക്കാരായ കാർത്തിക 3-4 പാദക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകയിര നക്ഷത്രം 1-2 പാദക്കാർക്കും പല വിധങ്ങളായ രോഗങ്ങളെ സംബന്ധിച്ചുള്ള ഭയം മനസ്സിനെ അലട്ടുകയും ശത്രുക്കളുടെ ഉപദ്രവങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും മനസ്സിനെ അലട്ടുന്നതായിരിക്കും. രോഗങ്ങളെക്കൊണ്ടും ശത്രുക്കളെക്കൊണ്ടും ഉള്ള ഉപദ്രവങ്ങളെ പ്രതിരോധിക്കുന്നതിന് മനോബലം ഉണ്ടാകുവാൻ ഓം ദുർഗായൈ നമഃ, ഓം ഭദ്രകാളിയൈ നമഃ എന്ന മന്ത്രജപങ്ങൾ ഏവരെയും സഹായിക്കുന്നതാണ്. ദേവീക്ഷേത്ര ദർശനം, വഴിപാടുകളുടെ സമർപ്പണം തുടങ്ങിയവയും ഏറെ ഉത്തമങ്ങളായിരിക്കും. അടുത്തത് മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിര നക്ഷത്രം 3-4 പാദക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദം നക്ഷത്രം 1-2-3 പാദക്കാർക്കും പലവിധങ്ങളായ രോഗഭയവും സ്ത്രീകളിൽ നിന്നുള്ളതായ വിദ്വേഷങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും സാധ്യത ഉള്ളതിനാൽ അങ്ങനെയുള്ള ഇടപാടുകളും സഹവാസങ്ങളും പരമാവധി ശ്രദ്ധയോടുകൂടിയാക്കാൻ ഓം ശ്രീകൃഷ്ണായ നമഃ എന്ന മന്ത്രജപവും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ദോഷങ്ങൾ അകലാൻ ഏറെ സഹായിക്കുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂർ നക്ഷത്രങ്ങളായ പുണർദം 4-ാം പാദവും പൂയവും ആയില്യവും ആയ നക്ഷത്രക്കാർക്ക് ശത്രുക്കളുടെ മേൽ വിജയങ്ങളും കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലും നിലനിൽക്കുന്ന കേസുകളിലും മറ്റും വിജയങ്ങളും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ലാഭങ്ങളും രോഗശയ്യയിൽ ആയിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് നല്ല ആരോഗ്യവും പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥരായവർക്കും പ്രമോഷനുകൾ തുടങ്ങിയ സ്ഥാന ലാഭങ്ങളും സ്വദേശത്തും വിദേശത്തുമായി തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലിൽ അഭിവൃദ്ധിയും വരുമാന വർധനവും ഫലം ആകുന്നു. ഗുണഫലങ്ങൾ വർദ്ധിച്ച തോതിൽ ലഭ്യമാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കുന്നതിനും ഓം ദുർഗായൈ നമഃ എന്ന മന്ത്രജപവും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂർ നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് വാക്കുകൾ ദോഷകരമാകാതിരിക്കാനും അന്യരിൽ നിന്ന് വഞ്ചിതരാകാതിരിക്കാനും പരമാവധി ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. കണ്ണുകൾക്ക് ഉണ്ടാകാവുന്ന രോഗപീഠകളെയും ധനനഷ്ട സാധ്യതകളുള്ള ഏർപ്പാടുകളിൽ നിന്നും കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കാനും
ബോധപൂർവമുള്ള ശ്രമം ഉണ്ടാവണം. ദോഷഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാൻ ഓം നമഃശിവായ മന്ത്രജപവും ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ദോഷഫലങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അടുത്തതായി കന്നിക്കൂറ് നക്ഷത്രക്കാരായ ഉത്രം 2, 3, 4 പാദക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര നക്ഷത്രം 1, 2 പാദക്കാർക്കും പ്രവൃത്തികളിൽ അലസത ഉണ്ടാകാതിരിക്കാനും പ്രതിസന്ധികളെയും മറ്റും ക്ഷമയോടെ കൈകാര്യം ചെയ്യാനും കോപത്തെ നിയന്ത്രിക്കാനും ആശ്രിതരോടും മറ്റും ദയയോടുകൂടി പെരുമാറാനും ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അനാവശ്യ സഞ്ചാരങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ദോഷഫലങ്ങൾ അനുഭവം ആകാതെയിരിക്കാൻ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം നമോ നാരായണായ മന്ത്രജപവും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തത് തുലാക്കൂറ് നക്ഷത്രക്കാരായ ചിത്തിര 3, 4 പാദക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖം നക്ഷത്രം 1, 2, 3 പാദക്കാർക്കും പിതാവിനോടും പിതൃതുല്യരോടും വിരോധം തോന്നാനിടയാകുകയും സന്താനങ്ങൾക്ക് ദോഷാനുഭവങ്ങളും നേത്ര രോഗങ്ങളും ധനനഷ്ട സാധ്യതകളും കരുതി ഇരിക്കണം. സൽപ്രവൃത്തികൾ ഫലപ്രദമാകാതെ വരികയും അങ്ങനെയുള്ള പ്രവൃത്തികൾ അന്യന് ഉപദ്രവമാകാതെ ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷഫലങ്ങൾ അനുഭവമാകാതെ ഇരിക്കാൻ ഓം ഭദ്രകാളിയൈ നമഃ എന്ന മന്ത്രജപവും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനവും തന്നാൽ കഴിയുന്ന വഴിപാടുകളുടെ സമർപ്പണവും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറ് നക്ഷത്രക്കാരായ വിശാഖം 4 പാദവും അനിഴവും തൃക്കേട്ടയും ആയ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ബഹുമാനവും ആദരവും ലഭ്യമാകുകയും നല്ല ഐശ്വര്യമുണ്ടാകുകയും പ്രവൃത്തികളിൽ നല്ല ഉത്സാഹവും കൗശലവും ഉണ്ടാകുകയും ജീവിത പങ്കാളിയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നല്ല പിന്തുണയും സ്നേഹവും സഹകരണവും ഉണ്ടാകുകയും സ്വദേശത്തുള്ളവർക്കും വിദേശത്തുള്ളവർക്കും അനുഭവം ആകുന്നതാണ്. ഗുണഫലങ്ങൾ നഷ്ടമാകാതെ ലഭ്യമാകുന്നതിനും ദോഷഫലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനും ഷൺമുഖായ നമഃ എന്ന മന്ത്രജപവും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തതായി ധനുക്കൂറ് നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം 1 പാദം എന്നീ നക്ഷത്രക്കാർക്ക് സ്വദേശത്തും വിദേശത്തുമായി തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്ഥാനകയറ്റങ്ങളും രോഗശയ്യയിലായിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകുകയും ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും സുഖവും യശസ്സും ഉണ്ടാകുകയും വളരെ മെച്ചപ്പെട്ട വരുമാന ലഭ്യതയും ഫലമാകുന്നു. ഗുണഫലങ്ങൾ നഷ്ടമാകാതെ ഇരിക്കുന്നതിനും ദോഷഫലങ്ങൾ അനുഭവമാകാതെ ഇരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം നമോ നാരായണായ മന്ത്രജപവും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തത് മകരക്കൂറ് നക്ഷത്രക്കാരായ ഉത്രാടം 2, 3, 4 തിരുവോണം അവിട്ടം 1, 2 പാദക്കാർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവൃത്തികളും മുടങ്ങിപ്പോകുകയും പിതാവ് തുടങ്ങിയ ഗുരുജനങ്ങളോടും ജീവിത പങ്കാളിയോടും ദേഷ്യം തോന്നുകയും അവരുടെ അനിഷ്ടങ്ങൾക്ക് ഇരയാകേണ്ടി വരികയും ഗുരുജനങ്ങളെയും മറ്റും നിന്ദിക്കുവാനും അവരുടെ അനിഷ്ടങ്ങൾക്കും മറ്റും ഇടയാകുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ദോഷഫലങ്ങൾ അനുഭവം ആകാതെ ഇരിക്കാൻ ശാസ്ത ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം ശാസ്ത്രേ നമഃ, ഓം ഹ്രൂം നമഃ പരായ ഗോത്രേ എന്നീ മന്ത്രങ്ങളുടെ ജപങ്ങളും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തത് കുംഭക്കൂറ് നക്ഷത്രക്കാരായ അവിട്ടം 3, 4 പാദക്കാർക്കും ചതയം നക്ഷത്രക്കാർക്കും പൂരുരുട്ടാതി നക്ഷത്രം 1, 2, 3 പാദക്കാർക്കും ഒരു കാര്യത്തിലും തൃപ്തിയില്ലായ്മയും രോഗപീഠകളും പ്രത്യേകിച്ച് നേത്ര രോഗങ്ങളും വരുമാനത്തിൽ ഇടിവ് സംഭവിക്കുകയും എല്ലാവരോടും കലഹിക്കുവാനുള്ള പ്രവണതകൾ ഉണ്ടാകുകയും ബന്ധുജനങ്ങളുടെ നിസ്സഹകരണങ്ങളും തുടങ്ങിയ അനിഷ്ടാനുഭവങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ
ശാസ്താക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം ശാസ്ത്രേ നമഃ, ഓം ഗുരുവും നമഃ, പരായ ഗോത്രേ എന്ന മന്ത്രങ്ങളുടെ ജപവും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തത് മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഉദര രോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങളും ഗുണാനുഭവങ്ങൾ വഴിമാറി നിൽക്കുന്ന സഞ്ചാരങ്ങളും അലച്ചിലുകളും ദൈന്യതയും അലട്ടാതിരിക്കുന്നതിന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും തന്നാൽ കഴിയുന്ന വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം നാരായണായ നമഃ, ഓം വിഷ്ണവേ നമഃ എന്നീ മന്ത്രങ്ങളുടെ ജപവും ഏറെ സഹായിക്കുന്നതാണ്. മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും കന്നി മാസത്തിലെ ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദോഷഫലങ്ങൾ ആർക്കും തന്നെ അനുഭവമാകാതിരിക്കാനും ഗുണഫലങ്ങൾ വളരെ മെച്ചമായ നിലയിൽ എല്ലാവർക്കും അനുഭവമാകാനും എൻ്റെ ഉപാസനാമൂർത്തിയായ ദക്ഷിണാമൂർത്തി സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.